ഹലോ വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇതൊരു ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു ഗ്രിൽ ചിക്കൻ ഞാൻ എയർ ഫ്രയറിലാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ ഞാൻ വീഡിയോസ് ഫ്യൂച്ചറിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 പീസസാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ പീസസ് നല്ലോണം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് അത് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ എക്സസീവ് വാട്ടർ ഉണ്ടെങ്കിൽ, അത് വെള്ളം ഉണ്ടെങ്കിൽ നമുക്കൊരു ടിഷ്യൂ വെച്ചിട്ട് നമുക്കത് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഹോൾ സ്പൈസസ് ആണ്. ഞാൻ ഇവിടെ ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, പിന്നെ കുരുമുളക്, പട്ട, ഒരു ഏലയ്ക്ക. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണോളം മുഴുവൻ മല്ലിയ വേണ്ടത്, പിന്നെ പെരിഞ്ജീരകം വേണം, കുറച്ച് ഉണക്കമുളക്, ഒരു ചെറുനാരങ്ങ, പിന്നെ കുറച്ച് ഗാർലിക്, ജിഞ്ചർ, പിന്നെ ഒരു അര സവോള എടുത്തിരിക്കുന്നത്. കാരണം ചിക്കൻ അത്ര പീസസേ ഉള്ളൂ, അതുകൊണ്ട് സവോള പകുതി മതി. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂണോളം തൈര്, പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയും. പിന്നെ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർക്കുമ്പോൾ ഞാൻ അതിൻ്റെ അളവ് പറയാം കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഹോൾ സ്പൈസസ് എല്ലാത്തും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. സ്പൈസസ് നല്ലോണം ഗ്രൈൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒരു പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പിന്നെ മല്ലിയില, പുതിന, തൈര്, പാകത്തിന് ഉപ്പ്, പിന്നെ 2 ടീസ്പൂണോളം ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു മുളക് പൊടി ചേർത്താൽ കുറച്ച് കളറ് നമുക്ക് കിട്ടും കേട്ടോ നമുക്ക് മസാലയ്ക്ക്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ലൈം ജ്യൂസാണ്. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം കേർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്ത് കിട്ടും. മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിലേക്ക് ഈ ഒരു മസാല നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനൊരു മാരിനേഷനിലേക്ക് 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം. ഒലീവ് ഓയിലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഈ ഒരു മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ അറ്റ്ലീസ്റ്റ് ഒരു 7 hours എങ്കിലും നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു ചിക്കൻ നമുക്ക് ക്ലീൻ റാപ്പോ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിലോ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ ഇതെടുക്കുന്നത്. മോർണിംഗ് ടൈമിലാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എയർ ഫ്രയർ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 5 minutes. അതിനുശേഷമാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാനൊരു അലുമിനിയം ഫോയിൽ വെക്കും എയർ ഫ്രയറിൻ്റെ ഉള്ളിൽ, അപ്പോൾ അതാകുമ്പോൾ മസാല ഒന്നും അങ്ങോട്ട് താഴേക്ക് പോവില്ല. അപ്പോൾ ചിക്കൻ്റെ പീസസ് നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ബാക്കിയുള്ള മസാല ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എയർ ഫ്രയർ ഇനി ഓൺ ചെയ്യാം കേട്ടോ. ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 minutes ആണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ഒരു എയർ ഫ്രയറിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സൈഡ് കുക്ക് ആയതിനു ശേഷം നമ്മൾ മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുക്കണം, എന്നിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ.
ഞാനിപ്പോൾ ജസ്റ്റ് കുക്കിംഗ് ടൈം നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതിൽ പല ഓപ്ഷൻസും ഉണ്ട്. എയർ ഫ്രയറിൽ ചിക്കൻ കുക്ക് ചെയ്യാനും അതുപോലെ ഫിഷ് കുക്ക് ചെയ്യാനും പിന്നെ പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസും കുക്ക് ചെയ്യാനും അതിൽ പലതിനും പല ടെമ്പറേച്ചറാണ്, അതുപോലെ ഡ്യൂറേഷനും. ഇപ്പോൾ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അതുപോലെ പെട്ടെന്ന് നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എയർ ഫ്രയറിൽ കുക്ക് ചെയ്തുകൊണ്ട് അധികം എണ്ണയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പാനിലും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്